പരിശുദ്ധാത്മാവേ അളവില്ലാതെന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി എന്നിൽ നിറയണമേ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടത് ആരാണ്? ഉത്തരം പ്രവാചകനായ ഏലിയ. ഏലിയായുടെ വാക്കുകൾ ജ്വലിച്ചത് എങ്ങനെയാണ്? ഉത്തരം പന്തം പോലെ. ഏലിയ ആകാശവാതിലുകൾ അടച്ചത് എങ്ങനെ? ഉത്തരം കർത്താവിൻ്റെ വാക്കുകൊണ്ട്. എലീശയിൽ നിറഞ്ഞത് ആരുടെ ചൈതന്യമാണ്? ഉത്തരം ഏലിയായുടെ. ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ആര്? എലീശ. ചുഴലിക്കാറ്റ് വലയം ചെയ്തത് ആരെയാണ്? ഉത്തരം ഏലിയായെ. തൻ്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തത് ആരാണ്? ഉത്തരം ഹെസക്കിയ. അസറിയക്കാരുടെ പാളയം തകർത്തത് ആര്? ഉത്തരം കർത്താവ്. അവിടുത്തെ ദൂതൻ അവരെ മായ്ച്ചു കളഞ്ഞു. ആരെ? ഉത്തരം അസറിയക്കാരെ. ആരുടെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത്? ഉത്തരം ഹെസക്കിയായുടെ. ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ പ്രവാചകൻ ആരായിരുന്നു? ഉത്തരം ഏശയ്യാ പ്രവാചകൻ. ആരു വഴിയാണ് രാജാവിന് ആയുസ്സു ദീർഘിച്ചത്? ഉത്തരം ഹെസക്കിയ വഴി. ഹെസക്കിയായുടെ നാളുകളിൽ രാജ്യം ആക്രമിച്ചത് ആര്? ഉത്തരം സെനാകെരീബ്. ഏലിയ എത്ര പ്രാവശ്യം അഗ്നി ഇറക്കി? 3 പ്രാവശ്യം. ഏലിയ മരിച്ചവരുടെ ഇടയിൽ നിന്നും പാതാളത്തിൽ നിന്നും ഒരു ജഡത്തെ ഉയർപ്പിച്ചത് എങ്ങനെ? ഉത്തരം അത്യുന്നതൻ്റെ വാക്കുകൊണ്ട്. ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ആരെയാണ്? ഉത്തരം പ്രസിദ്ധന്മാരെ. സീനായിൽ വെച്ച് ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ചത് ആരാണ്? ഉത്തരം ഏലിയ. ശിക്ഷ നടത്താൻ ഏലിയ അഭിഷേകം ചെയ്ത ആരെയാണ്? ഉത്തരം രാജാക്കന്മാരെ. ഏലിയായെ പിന്തുടരാൻ ഏലിയ അഭിഷേകം ചെയ്തത് ആരെയാണ്? ഉത്തരം പ്രവാചകന്മാരെ. അന്വേഷണങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ സംഭവിക്കപ്പെട്ടത് ആര്? ഉത്തരം ഏലിയ. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്നു വിറച്ചില്ല. ആര്? ഉത്തരം എലീശ. അവൻ സിയോന് എതിരെ കരമുയർത്തി അഹങ്കാരം ജൽപ്പനം മുഴക്കി. ആര്? ഉത്തരം സെനാകെരീബ്. പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായത്തിൽ ദൈവത്തിന് പ്രതികരമായവ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? ഉത്തരം ഹെസക്കിയ. തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗ്ഗത്തിൽ ഉറച്ചു നിന്നത് ആര്? ഉത്തരം ഹെസക്കിയ. ഹെസക്കിയ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചു കൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് എങ്ങനെയാണ്? ഉത്തരം ആത്മാവിൻ്റെ ശക്തിയാൽ.